നന്ദിനി. ആ രാജേട്ടാ, ഇവിടെ ഇപ്പൊ കുറച്ച് പണി ഒതുക്കാനുണ്ട്. പെട്ടെന്ന് അതൊക്കെ ചെയ്യാൻ നോക്കാം. മോൾക്ക് ഇതൊക്കെ എങ്ങനെയാ ചെയ്യാൻ പറ്റുന്ന മോളെ? ഒരു വിഷമവും തോന്നുന്നില്ലേ മനസ്സിലെ? ഞാൻ വിഷമിച്ചിട്ട് എന്താ കാര്യം? എനിക്കൊന്നും തോന്നുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എന്ത് സന്തോഷാ കിട്ടുന്നതെന്നാ ഞാൻ ആലോചിക്കുന്നത്. മോൾക്കൊന്നും തോന്നില്ല. പക്ഷെ സൂര്യ സാറ് താഴെ ഇറങ്ങി വരുമ്പോ അതൊക്കെ കണ്ട എന്തായിരിക്കും അവസ്ഥ? അവര് മാത്രമുള്ള ഫോട്ടോ, അതിൽ സൂര്യ സാറും ഇല്ല, മോളും ഇല്ല. അതിന് രാജേട്ടൻ എന്തിനാ ഇത്ര ദേഷ്യം? യോഗ്യരായവരുടെ ചിത്രങ്ങൾ ചുമരിൽ തൂങ്ങും. യോഗ്യതയില്ലാത്തവര് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. ഇന്ന് പ്രധാനപ്പെട്ടൊരു ദിവസം, വേദയുടെ വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം. അന്ന് വേറൊരു കാര്യം ചർച്ച ചെയ്യാൻ പാടില്ല. അങ്ങനെ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് അവരും ആലോചിക്കണ്ട മോളെ. സൂര്യ സാർ ഇത് കണ്ടോണ്ട് വന്ന എന്താ സംഭവിക്കുന്ന അവർക്കറിയില്ലല്ലോ. അപ്പോ കരുതിക്കുട്ടിയല്ലേ മോളെ ചെയ്തത്? വിവാഹ നിശ്ചയത്തിന്റെ ദിവസം പോലും സാറിനെ സ്വസ്ഥമായിട്ട് ഇരിക്കാൻ സമ്മതിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കല്ലേ അവര്. ഇതിന്റെയൊക്കെ പിറകിൽ അവളാ, ആ അരിത. അവളെ മിക്കവാറും സാറിന്ന് കൊല്ലും. രാജേട്ടാ, നമ്മളൊന്നും കണ്ടിട്ടുമില്ല, നമ്മളൊന്നും അറിഞ്ഞിട്ടുമില്ല. ഒന്നും നടക്കാതിരിക്കും പ്രാർത്ഥിക്കാനേ നമുക്ക് പറ്റും. നമ്മൾ പ്രാർത്ഥിച്ചാല് ആ പ്രാർത്ഥന കേക്കില്ല മോളെ. സൂര്യ സാർ അത് കാണും. ഇന്നിവിടെ എന്താ നടക്കാൻ പോണേന്ന് ദൈവത്തിനും സൂര്യ സാറിനും മാത്രമേ അറിയൂ. എന്ത് സംഭവിച്ചിരുന്നാലും അവർക്കത് ന്യായമായിരിക്കും. എവരെയൊക്കെ ഒരു പാഠം പഠിപ്പിക്കണം. അത് സൂര്യ സാറിനെ കൊണ്ടേ പറ്റും. എന്റെ ദൈവമേ, എന്റെ സൂര്യ സാറിന് ആ കാഴ്ച ഒന്നൊക്കെ കാണിച്ചു കൊടുക്കണേ. എന്നെ അതിന് പകരം ചോദിക്കും. ഫോട്ടോസൊക്കെ നന്നായിട്ടുണ്ടല്ലേ? ഫോട്ടോഷൂട്ടിൽ അവൻ വന്ന് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോ ഞാൻ കരുതിയില്ല ഇത്രയും നല്ല ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷേ ഹരിതയ്ക്ക് കൃത്യമായിട്ടുള്ള കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു. അവള് മിടിക്കുക. ഹരിത മിടിക്കുക. പക്ഷെ അത്രയും മിടുക്ക് നമുക്ക് ആവശ്യമുണ്ടോ എന്ന് കൂടി നോക്കണ്ടേ? എന്തു പറ്റി? ഇവിടെ ഇപ്പൊ വെച്ചിരിക്കുന്ന ഒരു ഫോട്ടോയിലും സൂര്യയോ നന്ദിനിയോ ഇല്ല. അത് ശ്രദ്ധിച്ചിരുന്നോ താൻ? ഉണ്ടായിരുന്നല്ലേ ഏറ്റവും നല്ല ഫോട്ടോസ് നോക്കിയാ ഹരിത സെലക്ട് ചെയ്തത്. ചിലപ്പോ നല്ല ഫോട്ടോസ് നോക്കിയപ്പോ അവരതിലുണ്ടായി കാണില്ല. അതായത് അവരുള്ള ഫോട്ടോ നന്നാവില്ല അല്ലേ? ഇതെന്തിനാ അങ്ങനെയൊക്കെ ഒരു അർത്ഥം കാണുന്നേ? ഹരിതയുടെ ഒരു താല്പര്യം കൊണ്ട് അവള് വെച്ചു. അതിന് അങ്ങനെ അങ്ങ് വിട്ടുകളഞ്ഞാ പോരെ? പത്മ, തനിക്കെല്ലാം നിസ്സാരോ? സത്യം പറഞ്ഞ ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴേ എനിക്ക് പേടിയാ. ഈ ചടങ്ങ് എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ നടന്നു പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കുറച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടി ഓഡിറ്റോറിയത്തിലേക്ക് പോകേണ്ടതാ. അതിനിടയിൽ ഒരു സംസാരം ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ്ടായിരുന്നു. അങ്കിൾ, ഇതെന്തിനാ അങ്കിൾ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ?
ഇവിടെ വെച്ച ഫോട്ടോസിന്റെ കാര്യത്തിൽ സൂര്യക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ അത് ഞാൻ സംസാരിച്ചോളാം. ഹരിത, പത്മയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മോൾ എന്തെങ്കിലും ചെയ്യുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷെ അത് സൂര്യയെ വെറുപ്പിക്കാൻ വേണ്ടി മാത്രം ആവരുത്. സൂര്യയെ നിങ്ങൾക്കൊന്നും ഇതുവരെ കൃത്യമായിട്ടും മനസ്സിലായിട്ടില്ല. സൂര്യ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സൂര്യയെ കുറിച്ചുള്ള അങ്കിളുടെ എക്സ്പെക്ടേഷനാ എനിക്ക് മനസ്സിലാവാത്ത. അങ്കിൾ, സത്യത്തിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താ സൂര്യയുടെ പ്രത്യേകത? ഞാൻ ഒരുപാട് ആമ്പിള്ളേരെ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുമുണ്ട്. ഒരുപാട് പേര് എനിക്ക് ഫ്രണ്ട്സ് ആയിട്ടും ഉണ്ട്. അവരൊക്കെ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ളവരാ, അതീവ സമ്പന്നരാ, ലൈഫിൽ പലതും അച്ചീവ് ചെയ്തവരാ. ഇവിടെ എന്താ സൂര്യയുടെ നേട്ടം? അല്ല, എന്താ സൂര്യ ചെയ്തത്? പോട്ടെ, ഈ കുടുംബത്തിന് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യം സൂര്യ ചെയ്തിട്ടുണ്ടോ? അങ്കിളിന് അഭിമാനിക്കാവുന്ന എന്തെങ്കിലും ഒരു കാര്യം സൂര്യ ചെയ്തിട്ടുണ്ടോ? എന്റെ മകൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് അങ്കിളിന് എന്തെങ്കിലും ഇമ്പോർട്ടന്റ് ആയ കാര്യം എടുത്തു പറയാൻ പറ്റുമോ? മോളെ, ആളുകളുടെ മഹത്വം അളക്കുന്നത് ഏത് അളവുകോലിലാണെന്ന് എനിക്കറിയില്ല. സൂര്യയിൽ പ്രത്യേകതകളൊന്നും മോൾക്ക് കാണാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് മോളുടെ മാത്രം പ്രശ്നമാണ്. എനിക്കവൻ മികച്ചവനാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് ചോദ്യം ചെയ്യാനോ തിരുത്താനോ ഒന്നും മോൾക്ക് അവകാശമില്ല. അത് ഞാൻ സമ്മതിച്ചു തരുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ മകൻ പെർഫെക്റ്റ് ആണ്. അവൻ മറ്റുള്ളവരോട് ഇടപഴകുന്ന രീതി മാത്രം മതി അവന്റെ അച്ഛനാണെന്ന് പറഞ്ഞ് എനിക്ക് അഭിമാനിക്കാം. അല്ലാതെ മോള് പറയുന്ന പോലെ കോടികൾ ഉണ്ടാക്കി തരുന്ന മകനെ അല്ല ഞാൻ ആഗ്രഹിച്ചത്. പിന്നൊരു കാര്യം, സൂര്യ മുതിർന്നതിന് ശേഷം അവന് ദേഷ്യം തോന്നുന്ന ഒരു കാര്യത്തിലും കോംപ്രമൈസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അല്പമെങ്കിലും വിട്ടുവീഴ്ച ചെയ്തിട്ടുള്ളത് അവൻ നിന്നോടും നിന്റെ കുടുംബത്തിനോടും മാത്രമാണ്. അത് ഓർമ്മിക്കുന്നത് നല്ലതാണ്. നീ അത് കാര്യാക്കണ്ട. മോനെ പോലെ അച്ഛനും ഉത്തരം മുട്ടി തുടങ്ങി. നിന്റെ ഒരു ചോദ്യത്തിനും മറുപടി ഇല്ലാത്തതുകൊണ്ട് അത്രയൊക്കെ അദ്ദേഹം സംസാരിച്ചു.